Fourth module, the last topics are discussing on the system software advanced concept. Okay, so linker, loader, and debugger. Three sections are discussing. Okay, let's start. So linker. Endana linker. A minute. Linker is a system software that takes one or more objects files generated by a compiler or an assembler and combines them into a single executable file or another object file. We first class high level language the program machine level language compiler or assembler assembler high level language and assembly language then assembly language machine language different machine language part and modules combine memory load linker loader mumbulla portion aanu nammala linker ennu parayunnu. So different part aayittu irikkunna nammala software ne link cheyyuka ennulla duty aanu nammala linker ennullathu. They will join different parts of our software program. Linkers also called link editors. Link editors ennu parayarundu. Linking is a process of collecting and maintaining pieces of code and data into a single file. Okay, so collecting and maintaining pieces of code, different part of program files in link a single file linker duty or responsibility. Takes an object module from assembler as input and forms an executable file as output for loader. So assembler output accept it converts to another file and feed into loader. So linker output aanu loader input aayittu nammal kodukka. ഇതാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻ്റ് എന്താണ് ഒരു ലിങ്കർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ സോഴ്സ് ഫയൽ 1. Okay, different source files ഉണ്ടായിരിക്കും. Different source files അല്ലെങ്കിൽ different functions, different libraries എന്ത് വേണമെങ്കിലും ആകാം. ഓരോന്നിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ഫയലായിട്ട് കമ്പൈലർ ഒരു അസംബ്ലർ കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്ത ഈ ഫയൽസിനെല്ലാം ലിങ്കർ ജോയിൻ ചെയ്തിട്ട് ഒരു റൺ ടൈം ലൈബ്രറി ഒക്കെ ആഡ് ചെയ്തിട്ട് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് ഫയൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ ഫയലായിട്ട് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആക്കി മാറ്റും. സോ കംപ്ലീറ്റ് മെഷീൻ കോഡ്സ് ആയിരിക്കും ലിങ്കറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദിസ് വിൽ ഗോ ആസ് ഇൻപുട്ട് ടു ദ loader. So ഇവിടുന്ന് നമ്മൾ ഈ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത് വിൽ ബി ഗിവിംഗ് ദിസ് ആസ് ഇൻപുട്ട് ടു ദ ലോഡർ. ഇത് നമ്മുടെ ലോഡറിൻ്റെ ഇൻപുട്ടായിട്ട് പോകും. ഓക്കെ, ലോഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പുട്ടിംഗ് ദം ടു പ്രോഗ്രാം മെമ്മറി. 3 functions of a linker. മെയിനായിട്ട് 3 ഫംഗ്ഷനാണ് ലിങ്കറിനുള്ളത്. കമ്പൈൻ ഓൾ പീസ് ഓഫ് പ്രോഗ്രാം. അതിന് പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഡിഫറെൻറ്റ് ഹെഡർ ഫയൽസിലൊക്കെയുള്ള പ്രോഗ്രാം പാർട്ടിനെ കമ്പൈൻ ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫിഗർ ഔട്ട് എ ന്യൂ മെമ്മറി ഓർഗനൈസ് സോ ദാറ്റ് ഓൾ പീസസ് ഓഫ് ഫിറ്റ് ടുഗെദർ. സോ ഡിഫറെൻറ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് ദ മെമ്മറിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ ഒറ്റ പ്രോഗ്രാം ഫയലാക്കി മാറ്റിയിട്ട് അതിനെ സ്യൂട്ടാവുന്ന ഒരു മെമ്മറി ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് ആ മെമ്മറിയിലേക്ക് ഓർഗനൈസ് ചെയ്യുക എന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. ദെൻ ടച്ച് അപ്പ് അഡ്രസ് സോ ദാറ്റ് ദ പ്രോഗ്രാം ക്യാൻ റൺ അണ്ടർ ദ ന്യൂ മെമ്മറി ഓർഗനൈസേഷൻ. സോ നമ്മളുടെ പ്രോഗ്രാം 1 ഒബ്ജക്റ്റ് കോഡ് പ്രോഗ്രാം 1 പ്രോഗ്രാം 2 പ്രോഗ്രാം 3 എന്ന് വിചാരിക്കുക. 3 പ്രോഗ്രാമാണ്. ഇതിനെ 3നെയും കൂടിയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യണം. സോ ഇതിൻ്റെ അകത്തൊരു റെഫറൻസ് അഡ്രസ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് പാർട്സ് ഡിഫറെൻറ്റ് പ്രോഗ്രാം കോഡ് ഡിഫറെൻറ്റ് മെമ്മറി അഡ്രസ്സിലായിരിക്കും എടുക്കുക. സേ 2000 മുതൽ 2030 വരെ ആയിരിക്കും ഫസ്റ്റ് പ്രോഗ്രാം എടുക്കുക. 3000 മുതൽ 3050 ദെൻ 3500 to 3800 ഇങ്ങനെയാണ് 3 പ്രോഗ്രാം കിടക്കുന്നത്. സോ ഇതിനെ വേറൊരു പ്രോഗ്രാം പേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ 4000 മെമ്മറി ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുക. സോ ഇതിൻ്റെ റെഫറൻസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോൾ ഫംഗ്ഷൻസ് ഒക്കെ 2000 to 2030 റേഞ്ചിലായിരിക്കും കിടക്കുക. ഇതിൻ്റെ റേഞ്ച് കിടക്കുന്ന 3000 to 3050 ആയിരിക്കും. ഇതിൻ്റെ 3500 to 3800 ആയിരിക്കും. സോ ഇതിനെ 3 കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് റെഫറൻസ് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓൾ ദ റെഫറൻസസ് ഇൻ ദിസ് 3 പ്രോഗ്രാം ഷുഡ് റേഞ്ച് ബിറ്റ്വീൻ 4000 and 4000 വാട്ടർ ഇറ്റ് മേ ബി. സോ ഇതിൻ്റെ അകത്തുള്ള റെഫറൻസുകളെല്ലാം ഈ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ലിങ്കറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് കോൾ 2020 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടേക്ക് പ്രോഗ്രാം ഇതിനെ ലിങ്ക് ചെയ്യുമ്പോൾ ആ കോൾ 2020 കറസ്പോണ്ടിങ് ആയിട്ട് 4060 എന്നായിരിക്കും വരിക. സോ ഈ കറക്റ്റ് മാച്ചിങ് അഡ്രസ്സ് ഒക്കെ അസൈൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും ലിങ്കറിനാണ് ഉള്ളത്.
ഓക്കെ. ദെൻ പ്രോബ്ലംസ് ലിങ്കർ മസ്റ്റ് സോൾവ്. ഓക്കെ, അസംബ്ലറിന് അല്ലെങ്കിൽ കമ്പയർ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലിങ്കർ സോൾവ് ചെയ്യണം. എന്താണ്? അസംബ്ലർ ഡസൻ നോ അഡ്രസ് ഓഫ് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് വെൻ അസംബ്ലിംഗ് ഫയൽ സെപ്പറേറ്റ്ലി. എക്സാമ്പിൾ വയർ ഈസ് പ്രിൻ്റ് ഓഫ് കണ്ടിന്യൂ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരു സി പ്രോഗ്രാം എഴുതുന്നു. സി പ്രോഗ്രാമിൻ്റെ അകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇൻറ്റീജർ എ കോമ ബി, എ ഈസ് ഈക്വൽ ടു 10, b is equal to 15, a is equal to into c is equal to a plus b. Now c will be 15. നമുക്കത് പ്രിൻ്റ് ചെയ്യണം. സോ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് d അറ്റ് ആംബ്രിസൻ്റെ സി, ഇങ്ങനെയൊക്കെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. സോ പ്രിൻ്റ് എഫ് വരുമ്പോൾ ഇതെല്ലാം നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ പ്രോഗ്രാമിൽ വരുന്ന പാർട്ടാണ് എ കോമ ബി. ഇതെല്ലാം നമ്മളുടെ കമ്പൈലറിന് അറിയാം. ഓക്കെ, സോ അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബട്ട് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാമിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഇല്ല. പ്രിൻ്റ് എഫ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡർ ഫയലാണ്. അത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ്. സോ പ്രീ പ്രോസസ്സർ അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രോഗ്രാമിന് അത് അറിഞ്ഞുകൂടാ വാട്ട് ഈസ് പ്രിൻ്റ് എഫ്. സോ അതിന് കറസ്പോണ്ടിങ് ആയ പ്രോഗ്രാമിൻ്റെ കോഡ് അതിലേക്ക് ലോഡ് ചെയ്യുക, ഈ കറക്റ്റ് പോർഷനിലേക്ക് ലോഡ് ചെയ്യുക, അതിന് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഇതാണ്? ലിങ്കറിൻ്റെ ലോൺ. സോ അസംബ്ലറിന് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ പ്രിൻ്റ് എഫ് എന്താണെന്നുള്ളത്. സോ പ്രിൻ്റ് എഫിന് കറസ്പോണ്ടിങ് ആയ ഒബ്ജക്റ്റ് ഫയല് കറക്റ്റ് പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ലിങ്കറാണ്. അസംബ്ലർ ജസ്റ്റ് പുട്ട് 0 ഇൻ ദ ഒബ്ജക്റ്റ് ഫയൽ ഫോർ സച്ച് ഈച്ച് അൺനോൺ അഡ്രസ്. സോ ഇത് ഈ ലൊക്കേഷൻസ് അറിയാത്തത് കൊണ്ട് അസംബ്ലർ അവിടെ ലൊക്കേഷൻ അസൈൻ ചെയ്യുന്നത് 0 എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും. ദറ്റ് ലിങ്ക് 0 ഈസ് റീപ്ലേസ് വിത്ത് ദ എക്സാക്ട് അഡ്രസ് ഇൻ ദ മെയിൻ മെമ്മറി ഫോർ ദ പ്രിൻ്റ് ഓഫ് എക്സിക്യൂഷൻ ഫയൽ. അത് ലിങ്കറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Assembler doesn't know where the things it's assembling will go in memory. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാം, അസംബിൾ ചെയ്ത പ്രോഗ്രാംസ്, കമ്പൈൽ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ മെമ്മറിയിലേക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് അത് പോവുക എന്നുള്ളത് അസംബ്ലർ അറിഞ്ഞുകൂടാ. ആർക്കാണ് അറിയാവുന്നത് അല്ലെങ്കിൽ ആരാണ് അത് അസൈൻ ചെയ്യുന്നത്? ലിങ്കറാണ്. Then assume that things that starts at 0, then let's rearrange. സോ നമ്മൾ മെമ്മറി അസൈൻമെൻറ്റ് നടക്കുന്നത് ഏതെങ്കിലും ഒരു റെഫറൻസ് ലൊക്കേഷനിലായിരിക്കും. എക്സാമ്പിൾ 0 എന്ന് പറയുന്ന 0000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു അസംഷനിലായിരിക്കും നമ്മളുടെ അസംബ്ലറും കമ്പൈലറും പ്രോഗ്രാംസിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഫ്രീ ആയിട്ടുള്ള മെമ്മറി ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനിലേക്ക് റീഅറേഞ്ച് ചെയ്ത് മെമ്മറി ഓർഗനൈസേഷൻ നടത്തുന്നത് ലിങ്കറാണ്. സോ ലിങ്കർ അഡ്രസ്സിന് റീഅറേഞ്ച് ചെയ്തോളും. ഓക്കെ, ലിങ്കർ എക്സിക്യൂട്ട്സ് ഇൻ 3 passes. 3 പാസിലാണ് ലിങ്കർ ഇപ്പോൾ കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഫസ്റ്റ് പാസ് റീഡ് ഇൻസ്ട്രക്ഷൻ സൈസ്, കമ്പ്യൂട്ട് ഫൈനൽ മെമ്മറി ലേ ഔട്ട്. 3 എല്ലാം അറേഞ്ച് ചെയ്യേണ്ട, ലിങ്ക് ചെയ്യേണ്ട എല്ലാ പ്രോഗ്രാംസിനെയും അനലൈസ് ചെയ്തിട്ട് ടോട്ടൽ എത്ര മെമ്മറി വേണം, നമ്മൾ പ്രോഗ്രാം കമ്പൈൻഡ് പ്രോഗ്രാമിൻ്റെ സൈസ് എത്രയായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ നടത്തുന്നതാണ് ഫസ്റ്റ് പാസിൽ. സെക്കൻഡ് പാസിൽ റീഡ് ഇൻ ഓൾ സിമ്പിൾസ്, ക്രിയേറ്റ് കംപ്ലീറ്റ് സിമ്പിൾ ടേബിൾ ഇൻ മെമ്മറി. ഡിഫറൻറ്റ് പ്രോഗ്രാം മൊഡ്യൂൾസിലുള്ള എല്ലാ സിമ്പിൾസിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഗ്രാം സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പാസിൽ ചെയ്യുന്നത്. റീഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റീലൊക്കേഷൻ ഇൻഫർമേഷൻ, അപ്ഡേറ്റ് അഡ്രസ് ആൻഡ് റൈറ്റ് ഔട്ട് ന്യൂ ഫയൽ. ഓരോ പ്രോഗ്രാമിലും ആദ്യം പറഞ്ഞതുപോലെ ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് റെഫറൻസ് അഡ്രസ് ഉണ്ടായിരിക്കും. ഈ റെഫറൻസ് അഡ്രസ്സിനെ സിംഗിൾ ഫയലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ അഡ്രസ് മാനിപ്പുലേഷൻ നടത്തുക എന്നുള്ളതാണ് തേർഡ് പാസിൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ 3 പാസിൽ നമ്മളുടെ ലിങ്കർ അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ ലിങ്കർ ടൈപ്സ്. ഓക്കെ, ബേസിക്കലി 2 ലിങ്കർ ടൈപ്സ് ആണുള്ളത്. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റാറ്റിക് ലിങ്കിങ് എന്നും രണ്ടാമത്തതിനെ ഡൈനാമിക് ലിങ്കിങ് എന്നും പറയും. അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ആദ്യം ഫസ്റ്റ് ജനറേഷൻ ലിങ്കേഴ്സൊക്കെ സ്റ്റാറ്റിക് ലിങ്കിങ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സ്റ്റാറ്റിക് ലിങ്കിങ് എന്നുള്ളത്? സോ നമ്മൾക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സി പ്രോഗ്രാം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സി പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് പ്രോഗ്രാമിലും ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചായിരിക്കും. സോ അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയലാണ് stdio.h എന്ന് പറയുന്നത്. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h. ദെൻ നമ്മളുടെ പ്രോഗ്രാമായിട്ട് നമുക്ക് void മെയിൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ഒരു ഇൻറ്റിജർ ഡിക്ലറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ a is equal to 10, b is equal to 18, ദെൻ സം പ്രോഗ്രാം പാർട്ട്. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു 1 അല്ലെങ്കിൽ കോൾ
കോൾ വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു. സോ കോൾ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് വേറൊരു ഫോർ എക്സാമ്പിൾ stdio.h ഫോർ എക്സാമ്പിൾ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ അത് stdio.h അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ ലൈബ്രറി ഫയൽ എന്ന് പറയും. സോ നമ്മളുടെ മെമ്മറിയിൽ പ്രോഗ്രാം മെമ്മറിയിൽ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ ഈ ലൈബ്രറി ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലൈബ്രറി പാർട്ടായിട്ട് വരുന്നത്. ഇവിടെ അതിൻ്റെ പ്രോഗ്രാം കോഡ് 1s and 0s ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വൺ എന്ന് പറയുന്ന കോൾ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്ത് ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയ ലൈബ്രറി അല്ലെങ്കിൽ ഫയൽസ് ആദ്യം നമ്മൾ കമ്പൈലർ ക്രിയേറ്റ് ചെയ്യും. സോ ആ കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0001100 എന്ന് പറയുന്ന ഒരു കോഡിലായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ഫയലായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഇവിടെയാണ് ഇതിന് ശേഷമാണ് നമ്മൾ കോൾ വൺ എന്ന് പറയുന്നത്. സോ കോൾ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോൾ കമ്പൈലർ ചെയ്യുന്ന എന്താണ്, ഈ ഒബ്ജക്റ്റ് ഫയലിന് കറസ്പോണ്ടിങ് ആയ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഈ ലൈബ്രറി ഫയലിന് കറസ്പോണ്ടിങ് ആയ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ലിങ്കർ ഡൈനാമിക് ലിങ്കിങ് ആണെങ്കിൽ ഈ പോർഷൻ കറക്റ്റ് ആ പൊസിഷനിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യും. അതായത് ഇവിടുത്തെ കോൺഫിഗറേഷൻ 101 101 11 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ 101 101 111 എന്ന് പറയുന്ന നമ്മളെ കോൾ വൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൾ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ബൈനറി സീക്വൻസ് ഇവിടെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും ഈ നമ്മുടെ പ്രോഗ്രാമിൽ വേറെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ കോൾ വൺ വിളിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയ ബൈനറി സീക്വൻസസ് 111100 എന്ന് പറയുന്ന ബൈനറി സീക്വൻസ് ഇവിടെ വീണ്ടും നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫയലുണ്ടായിരിക്കും. വീണ്ടും കോൾ വൺ വിളിക്കുന്നത് കൊണ്ട് ആ പോർഷനിലേക്ക് 1010111 എന്ന് പറയുന്ന പോർഷൻസ് സെക്കൻഡ് ടൈംസ് ഇൻസേർട്ട് ചെയ്തു. സോ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലെങ്തി പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലിങ്കറിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പാർട്ട് എക്ഷൻ ലൈബ്രറിയിൽ നിന്നുള്ള പാർട്ട്, വീണ്ടും പ്രോഗ്രാമിൻ്റെ പാർട്ട് എക്ഷൻ ലൈബ്രറിയിൽ നിന്നുള്ള പാർട്ട്, ഇവിടെ വേറൊരു ലൈബ്രറിയിൽ നിന്ന് വേറൊരു ഫംഗ്ഷൻ കൂടി നമ്മൾ കോൾ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ ആ കോൾ ടുവിൻ്റെ പാർട്ട് നമ്മൾ ലിങ്കർ ആഡ് ചെയ്യും. സോ ഈ രീതിയിൽ പ്രോഗ്രാം എക്സിക്യൂഷൻസിന് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഫൈനൽ ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും എക്സ്റ്റേണൽ ലൈബ്രറീസ് ആൻഡ് ഫയൽസ് ആൻഡ് മൊഡ്യൂൾസിൻ്റെ ഒബ്ജക്റ്റ് കോഡിൻ്റെ ബൈനറി സീക്വൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു എക്സിക്യൂഷൻ ഫയലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ലിങ്കിങ്ങിന് പറയുന്ന പേരാണ് എന്താണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. സോ ഡൈനാമിക് ലിങ്കിങ്ങിൽ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാൻസ് ഫോർ എറർ ഫ്രീ ആണ്. അതായത് ഒബ്ജക്റ്റ് ഫയൽസ് മിസ്സിങ്ങിന് ചാൻസ് വളരെ കുറവാണ്. നമുക്ക് പെർഫെക്റ്റ് എക്സാക്റ്റ് റിസൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ലിങ്കിങ് ആയിരിക്കും നല്ലത്. ബട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഹൗ മെനി ടൈംസ് പ്രോഗ്രാം ലൈബ്രറി ഈസ് കോൾഡ് ഹിയർ ദാറ്റ് മെനി ടൈംസ് അവർ എക്സിക്യൂഷൻ കോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ പ്രോഗ്രാം മെമ്മറി. സോ പ്രോഗ്രാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മെമ്മറി കൺസംഷനും വളരെ കൂടുതലായിരിക്കും സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറയുന്ന അപ്രോച്ചിലുള്ളത്. ഓക്കെ, സോ സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറയുന്നത് ലിങ്കർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ കോൾഡ് ഫങ്ഷൻസ് ബൈനറി സീക്വൻസസ് എവറി ടൈം ആസ് ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ഇൻ ടു അവർ മെയിൻ പ്രോഗ്രാം. എവിടെ നിന്നാണ് നമ്മൾ ഫങ്ഷൻസ് കോൾ ചെയ്തിരിക്കുന്നത് ആ കോൾഡ് ലൊക്കേഷൻസിൽ കറസ്പോണ്ടിങ് ബൈനറി സീക്വൻസിലെ ലൈബ്രറിയുടെ ലൈബ്രറിയുടെ ബൈനറി സീക്വൻസും ആഡ് ചെയ്ത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഫയൽസ് ആയിരിക്കും നമ്മളുടെ ലിങ്കിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിങ്കിങ് പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ലൈബ്രറി കോൾ വൺ എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഹെഡർ ഫയൽസിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, അതിനൊരു അഡ്രസ്സ് ആദ്യം അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ 0E_F10 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് നമ്മളുടെ ലൈബ്രറി ഫയൽസിൻ്റെ അല്ലെങ്കിൽ കോൾ വൺ എന്ന ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കോൾ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ സെയിം ഈ പ്രോഗ്രാമിനെ തന്നെയാണ് ഡൈനാമിക് ലിങ്കർ കമ്പൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയ ബൈനറി സീക്വൻസ് ഇങ്ങനെ 1100 എന്ന് പറയുന്ന ബൈനറി സീക്വൻസ് ഇതാണ് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ പാർട്ട് 1 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ലിങ്ക് ചെയ്യുമ്പോൾ ഈ കോൾ വൺ എന്ന് പറയുന്ന ഫങ്ഷൻസിൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നതിന് എൻറ്റയർ കോഡ് ഈ ലൊക്കേഷനിൽ വരുമ്പോൾ എൻറ്റയർ കോഡ് ലോഡ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ലിങ്കർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ അഡ്രസ്സിലേക്ക് അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ വരുമ്പോൾ കോൾ 0E_F10 എന്ന് പറയുന്ന
ചെറിയ ഇത്രയും ഒരു സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗോ ടു അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഈ ലൊക്കേഷനിലേക്ക് പോവുക ചെയ്യുക. സോ ഇൻസ്റ്റെഡ് ഓഫ് കോപ്പിയിങ് ദിസ് എൻ്റയർ സീക്വൻസ് ഓഫ് ബൈനറീസ് ഇൻ ടു ദീസ് ലൊക്കേഷൻസ് we will be referring the control of transfer to the location where we kept our memory, we kept our function. ആ ഫംഗ്ഷൻ എവിടെയാണ് വച്ചിരിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ അഡ്രസ്സിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോവുക എന്ന് പറയുന്നതാണ് ഡൈനാമിക് ലിങ്കിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പാർട്ട് പ്രോഗ്രാം കോഡ് ലോഡ് ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് സ്മോൾ പോർഷൻസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യും. അതുകൊണ്ട് പ്രോഗ്രാം മെമ്മറി സൈസ് കുറയ്ക്കാൻ പറ്റും, എക്സിക്യൂഷൻ സൈസ് ഒക്കെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ബട്ട് ദ ഡിസഡ്വാൻറ്റേജ് ഈസ് ചാൻസ് ഓഫ് എറർ എന്ന് പറയുന്നത് കമ്പയർഡ് ടു സ്റ്റാറ്റിക് ലിങ്കിങ് കൂടുതലായിരിക്കും. സോ ഇതാണ് സ്റ്റാറ്റിക് ലിങ്കിങ്ങും ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ്സ് so linking is of two types. Static linking is a kind of linking that is performed during the compilation of a source program, in which linking is performed before the execution of the file or object. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ ബൈനറി കോഡ് വന്നു, ദെൻ സോഴ്സ് പ്രോഗ്രാം 1, ദെൻ സോഴ്സ് പ്രോഗ്രാം 2, ദെൻ സോഴ്സ് പ്രോഗ്രാം 3. ഇതെല്ലാം കൂടിയിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഫൈനൽ എക്സിക്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് ഇവിടെ നമുക്ക് P2-ൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ വീണ്ടും നമ്മൾക്ക് ആ മോഡിഫിക്കേഷൻ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിലെ റിസൾട്ട് വരണമെങ്കിൽ വി നീഡ് ടു കമ്പൈൽ ഇറ്റ് അഗെയിൻ. അതാണ് സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറയുന്നത്. സോ എക്സിക്യൂഷനിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എഗെയിൻ നീഡ് ടു റീകമ്പൈൽ ഇറ്റ്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ബട്ട് അതുപോലെ തന്നെ അതൊരു ഡിസഡ്വാൻറ്റേജുമാണ്. ഒരു മോഡിഫിക്കേഷൻ വന്നു, ഒരു ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഹെഡർ ഫയലിൽ നമ്മളുടെ വെൻഡർ ഒരു ചേഞ്ച് വരുത്തി, ആ വെൻഡറിൻ്റെ ചേഞ്ച് നമ്മളെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഫയൽസിനെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും റീകമ്പൈൽ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ ചേഞ്ച് ചെയ്ത പ്രോഗ്രാം നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വരത്തുള്ളൂ. അതാണ് സ്റ്റാറ്റിക് ലിങ്കിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓൺ ദ അതർ ഹാൻഡ് ദ ലിങ്കർ പ്രൊഡ്യൂസ് എ റിസൾട്ട് അറ്റ് ദ ടൈം ഓഫ് കോപ്പിയിങ് ഓൾ ലൈബ്രറി റൂട്ടീൻസ് ഇൻ ടു ദ എക്സിക്യൂട്ടബിൾ ഇമേജ്. ഓക്കെ, സോ എക്സിക്യൂട്ടബിൾ ഇമേജിലേക്ക് നമ്മളുടെ പ്രോഗ്രാംസിൻ്റെ ഓരോ മൊഡ്യൂൾസും അതിൻ്റെ ഇമേജ് കോപ്പി ചെയ്യുകയാണ് സ്റ്റാറ്റിക് ലിങ്കിൽ നിന്ന് ചെയ്യുന്നത്. ദെൻ ഇറ്റ് നീഡ്സ് മോർ മെമ്മറി സ്റ്റോറേജ് സ്പേസ് കമ്പയർഡ് ടു ഡൈനാമിക് ലിങ്കിങ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മെമ്മറി കൺസപ്ഷൻ കൂടാൻ കാരണം. എൻ്റെയർ ഇമേജ്, എൻ്റെയർ ബൈനറി സീക്വൻസ് നമ്മളെ പ്രോഗ്രാമിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. സോ ലിങ്കിങ്ങിൻ്റെ അഡ്രസ്സൊക്കെ മാറും, പ്രോഗ്രാമിൻ്റെ അഡ്രസ്സൊക്കെ മാറും. ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് അഡ്രസ്സിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. സോ ലിങ്കറിന് ഡ്യൂട്ടി കൂടുതലാണ്, സോ എഫിഷ്യൻസി കുറവാണ്. Then when it runs on system, it does not need the presence of the library that makes it more portable. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈബ്രറി ഇവിടെയുണ്ട്, നമ്മളുടെ പ്രോഗ്രാം മെമ്മറി നമ്മളുടെ പാർട്ട് 1 ഇവിടെ ലോഡ് ചെയ്തു, ദെൻ ഈ ലൈബ്രറി ഇവിടെ ആഡ് ചെയ്തു, ദെൻ പാർട്ട് 2 ഇവിടെയുണ്ട്. സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ ബൈനറി സീക്വൻസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കമ്പൈൽ ചെയ്ത് ലിങ്ക് ചെയ്ത് നമുക്ക് ഈ EXE ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെമ്മറിയിൽ ഇതിനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ ലൊക്കേഷനിലേക്ക് ഇതിനെ സേവ് ചെയ്ത് വച്ചു. ഓക്കെ, സോ അതൊരു അഡ്വാൻറ്റേജാണ്. മെമ്മറിയിൽ നമ്മുടെ പ്രൈം മെമ്മറിയിൽ നമ്മളുടെ ഹെഡർ ഫയൽസിനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെഡർ ഫയൽസിനെ നമ്മൾ മാറ്റിക്കളാം, ഡിലീറ്റ് ആയി പോയാലും അത് ഇവിടെ അതിൻ്റെ കോപ്പി ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ഫങ്ഷൻ ആകും. അതേസമയം ഡൈനാമിക് ലിങ്കിങ്ങിൽ ഇതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യുക, അതുകൊണ്ട് ഇത് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ അതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ജനറേറ്റ്സ് എ ഫുള്ളി ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് വുഡ് ബി ഏബിൾ ടു ലോഡ് ആൻഡ് റൺ ആൻഡ് ടേക്സ് എ കളക്ഷൻ ഓഫ് ദ റീലൊക്കേറ്റബിൾ ഒബ്ജക്റ്റ് ഫയൽ ആൻഡ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. എല്ലാ ഒബ്ജക്ട്സിനെയും കമ്പൈൻ ചെയ്ത് റീലൊക്കേറ്റബിൾ ഒബ്ജക്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കിയിട്ട് എല്ലാ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സും എല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് നമുക്കൊരു EXE ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരും എന്ത് സ്റ്റാറ്റിക് ലിങ്കിങ്ങിൽ. ഓക്കെ, സോ ഒരു ഫൈനൽ EXE ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നിൻ്റെയും സോഴ്സ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഹെഡർ ഫയൽസോ ഒന്നും വേണ്ട. ആ EXE ഫയലിന് വേറൊരു ഇൻഡിപെൻഡൻറ്റ് മെഷീനിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് അവർ സ്റ്റാറ്റിക് ലിങ്കിങ്. Static linker performs two major tasks. Symbol resolution. It associates each symbol reference with exactly one symbol definition. Every symbol have predefined task. ഓരോ ലേബലും സിമ്പിളും ഇൻസ്ട്രക്ഷൻസ് കോഡ്സിൽ വരുന്ന എല്ലാത്തിനെയും കളക്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റെസൊല്യൂഷൻ, സിമ്പിൾ റെസൊല്യൂഷൻ നമുക്ക് കിട്ടും സ്റ്റാറ്റിക് ലിങ്കറിൽ. റീലൊക്കേറ്റ്സ് കോഡ് ആൻഡ് ഡാറ്റ സെക്ഷൻ ആൻഡ് മോഡിഫൈ സിമ്പിൾ റെഫറൻസസ് ടു ദ റീലൊക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻസ്. കുറേ പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാർട്ട് 1, പാർട്ട് 2. അപ്പോൾ ഇത് രണ്ടിലും ഇതിൻ്റെ ഒരു മെമ്മറി ആയിരിക്കും, ഇതിന് വേറൊരു മെമ്മറി ആയിരിക്കും. ഒരു സിംഗിൾ ആക്കുമ്പോൾ ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഒറ്റ ഫയലായിട്ട് അതിനെ മാറ്റും. അതാണ് സ്റ്റാറ്റിക് ലിങ്കിങ്.
The linker copy all library routines used in the program into executable image. പറഞ്ഞു കഴിഞ്ഞു എല്ലാ ലൈബ്രറി റൂട്ടീൻസും ഒറ്റ എക്സിക്യൂട്ടബിൾ ഇമേജ് ആയിട്ട് അതിനെ കോപ്പി ചെയ്യും. ആസ് എ റിസൾട്ട് ഇറ്റ് റിക്വയർസ് മോർ മെമ്മറി സ്പേസ്. പറഞ്ഞതാണ് ആസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് ലൈബ്രറി ഇൻ ദ സിസ്റ്റം വെൻ ഇറ്റ് ഈസ് റൺ എക്സി ഫയൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഹെഡർ ഫയലാണെങ്കിൽ ആ ഹെഡർ ഫയൽ അല്ലെങ്കിൽ വേറൊരു സോഴ്സ് കോഡ് ആണെങ്കിൽ ആ സോഴ്സ് കോഡ് നമ്മൾ മെമ്മറിയിൽ അതിൻ്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് പോർട്ടബിൾ. നമുക്കൊരു മെഷീനിൽ നിന്ന് മറ്റു മെഷീനിലേക്ക് കോപ്പി ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും റിസൾട്ട് കിട്ടാനും വളരെ എളുപ്പമാണ് സ്റ്റാറ്റിക് ലിങ്കിങ്ങിൽ. നോ ഫെയിലിയർ ചാൻസ് ആൻഡ് ലെസ് എറർ ചാൻസ്. ഓക്കെ, ഇതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ഡൈനാമിക് ലിങ്കിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. പ്രോഗ്രാംസിൻ്റെ ഹെഡർ ഫയൽസിൻ്റെ ബൈനറി സീക്വൻസ് കോപ്പി ചെയ്യുന്നതല്ല. ഇൻസ്റ്റെഡ് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഈസ് ഗോയിങ് ടു ദ ലൊക്കേഷൻ വെയർ ദ ഹെഡർ ഫയൽ ഈസ് കോപ്പീഡ്. Dynamic linking is performed during the run time. So execution exe file create ചെയ്യില്ല, റൺ ടൈമിൽ ഫസ്റ്റ് പാർട്ട് റൺ ചെയ്തു. ദെൻ കോൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെഡർ ഫയൽസിൻ്റെ പ്രസൻസ് വരുന്ന സമയത്ത് അതിന് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ അങ്ങോട്ട് പോയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അത് കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ദെൻ പാർട്ട് 2. സോ ഇത് പാർട്ട് 1, പാർട്ട് 2. സോ ഇതാണ് നമ്മുടെ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. ദിസ് ലിങ്കിങ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പ്ലേസിംഗ് ദ നെയിം ഓഫ് എ ഷെയറബിൾ ലൈബ്രറി ഇൻ ദ എക്സിക്യൂട്ടബിൾ ഇമേജ്. ഏതാണോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ലൈബ്രറി എന്ന് പറയുന്നത്. ഈ ലൈബ്രറിയുടെ ലൊക്കേഷൻസ് ആണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എക്സിക്യൂട്ടബിൾ ഇമേജിൻ്റെ. സോ സെയിം പ്രോഗ്രാം പാർട്ടിന് തന്നെ ഇതൊരു ലൈബ്രറിയാണ്. വേറൊരു പ്രോഗ്രാമിൽ നമുക്ക് സെയിം ലൈബ്രറി നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ സെയിം കണ്ടൻറ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൽ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡൈനാമിക് ലിങ്കിങ്ങിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. there is more chance of errors and failure. അത് പറഞ്ഞാണ് എററിൻ്റെ ചാൻസും ഫെയിലിയർ ചാൻസും കൂടുതലാണ് ഡൈനാമിക് ലിങ്കിങ്ങിൽ. റിക്വയർസ് ലെസ് മെമ്മറി. എന്താണ് കാരണം? മെമ്മറിയിൽ നമ്മൾ അഡ്രസ്സാണ് കോപ്പി ചെയ്യുന്നത്, കൺട്രോൾ ട്രാൻസ്ഫർ അല്ലാതെ പ്രോഗ്രാം ഹെഡർ ഫയൽസിൻ്റെ പ്രോഗ്രാം കോഡ് കോപ്പി ചെയ്യുന്നില്ല. അതുകൊണ്ട് മെമ്മറി സ്പേസും പ്രോഗ്രാമിൻ്റെ എക്സി ഫയലിൻ്റെ സൈസും വളരെ കുറവായിരിക്കും. Then here we can perform code sharing. വേറൊരു അഡ്വാൻറ്റേജ് ആണ് കോഡ് ഷെയറിങ്. ഹെഡർ ഫയൽസിനെ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയറിങ് മീൻസ് യൂസിങ് ദ സെയിം ഒബ്ജക്റ്റ് എ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദ പ്രോഗ്രാം. Instead of linking same object again and again into the library, each module share information of an object with the other module having same object. അതായത് ഒരു ഫംഗ്ഷനിൽ നമ്മൾ പ്രിൻ്റ് എഫ് യൂസ് ചെയ്തിട്ടുണ്ട്, വേറൊരു ഫംഗ്ഷനിലും പ്രിൻ്റ് എഫ് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രിൻ്റ് എഫിൻ്റെ EXE കോൺട്രിബ്യൂഷൻ രണ്ട് ഫയലിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ദ ഷെയർഡ് ലൈബ്രറി നീഡ് ഇൻ ദ ലിങ്കിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദ വിർച്വൽ മെമ്മറി ടു സേവ് റാം. വിർച്വൽ മെമ്മറിയിലായിരിക്കും ഈ ഷെയറബിൾ മെമ്മറീസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് റാം സേവ് ചെയ്യാൻ പറ്റും. Then, so these are the points that you need to write while if you have a question on a linker. Okay, അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാം. ദെൻ ലോഡർ. എന്താണ് ലോഡർ? നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ലാസ്റ്റ് വരുന്ന ഒരു പോർഷനാണ് ലോഡർ എന്ന് പറയുന്നത്. സോ അസംബ്ലർ ഒരു കമ്പൈലർ ഉപയോഗിച്ച് ഒബ്ജക്ട്സ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തു, ലിങ്കർ ഉപയോഗിച്ച് അതിനെല്ലാം ലിങ്ക് ചെയ്തു, ഒരു EXE ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. EXE ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവൈലബിൾ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ് ചെയ്യും അവൈലബിൾ മെമ്മറി സൈസ് എത്രയുണ്ട്, പ്രോഗ്രാം EXE ഫയലിൻ്റെ സൈസ് എത്രയുണ്ട്, ആ ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനിലേക്ക് പ്രോഗ്രാമിനെ കൊണ്ടുവരണം. ആ കൊണ്ടുവരിക എന്നുള്ള ഡ്യൂട്ടിയാണ് നമ്മളുടെ ലോഡറിനുള്ളത്. സോ എന്താണ് നമ്മൾ ലോഡർ ചെയ്യുന്നത്? ലോഡർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോംസ് ദ ലോഡിംഗ് ഫംഗ്ഷൻ. ലോഡിംഗ് ഫംഗ്ഷനാണ് നമ്മൾ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് പെർഫോംസ് ലോഡിംഗ് ഫംഗ്ഷൻ. വാട്ട് യു മീൻ ബൈ ലോഡിംഗ്? ലോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ പ്രോഗ്രാം ഇൻ ടു മെമ്മറി ആൻഡ് പ്രിപ്പയർ ദം ഫോർ എക്സിക്യൂഷൻ. നമ്മളുടെ പ്രോഗ്രാം മെമ്മറിയിൽ എക്സിക്യൂഷൻ, നമ്മളുടെ പ്രൈമറി മെമ്മറിയിലേക്ക് EXE ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ലിങ്കർ. ഇതിൻ്റെ സൈസ് 100 കിലോബൈറ്റ്സ് ആണ് ഇതിൻ്റെ സൈസ് എങ്കിൽ 100 കിലോബൈറ്റ്സ് ഫ്രീ ആയിട്ട് എവിടെയുണ്ട് എന്ന് തീരുമാനിക്കുക, എവിടെയുണ്ടെന്ന് കണ്ടെത്തുക. അത് 3600 ഫോർ എക്സാമ്പിൾ. ആ ലൊക്കേഷനിലേക്ക് ഈ 100 കിലോബൈറ്റ്സിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ലോഡറിൻ്റെ ഫങ്ഷൻ. ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്. അതായത് 100 കിലോബൈറ്റ്സിന് കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് എവിടെയാണോ ഫ്രീ ലൊക്കേഷൻ ഉള്ളത് അവിടേക്ക് ലോഡ് ചെയ്തിട്ട് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ലോഡറിനാണ്. മോസ്റ്റ് ഓഫ് ദ കേസസ് ലോഡർ വിൽ ബി പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കമ്പൈലറിൻ്റെ പാർട്ടായിട്ട് വരുന്നതല്ല ലോഡറിൻ്റെ പാർട്ട്. മോസ്റ്റ് ഓഫ് ദ കേസ് loader is associated with the operating system. Once loading is complete program മെമ്മറിയിലേക്ക് നമ്മൾ EXE ഫയലിൻ്റെ ബൈനറി സീക്വൻസ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈപാസിങ് ഇറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും ബൈപാസിങ് കൺട്രോൾ ടു ദ ലോഡഡ് പ്രോഗ്രാം കോഡ്. സോ ഇതാണ് ലോഡറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഫങ്ഷൻ നമ്മൾ
ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് സോഴ്സ് പ്രോഗ്രാം ഡിഫറെൻറ്റ് സോഴ്സ് പ്രോഗ്രാം പറയുന്നത് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അസംബ്ലർ കമ്പൈലർ ആൻഡ് ലിങ്കർ ഇതെല്ലാം കൂടിയിട്ട് വരുന്ന ഒരു ഒറ്റ യൂണിറ്റിനെയാണ് ട്രാൻസ്ലേറ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഓരോ ട്രാൻസ്ലേറ്റർ ഇതെല്ലാം കൂടിയിട്ട് വന്നു നമുക്ക് ഒബ്ജക്ട്സ് ഫയൽസ് എല്ലാം കൂടി ലിങ്ക് ചെയ്തു. അത് ലോഡറിലേക്ക് വരും. ലോഡർ നമ്മൾ എക്സിക്യൂട്ടബിൾ ഒബ്ജക്റ്റ് കോഡ് ലൊക്കേഷനിലേക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോളോയിങ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലോഡർ. എന്താണ് ലോഡർ റെസ്പോൺസിബിലിറ്റി പറഞ്ഞതാണ്. വാലിഡേറ്റ് ദ പ്രോഗ്രാം ഫോർ മെമ്മറി റിക്വയർമെൻറ്റ്സ് പെർമിഷൻസ് എക്സെട്ര. നമ്മളുടെ പ്രോഗ്രാം exe ഫയലിൻ്റെ മെമ്മറി സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയ മെമ്മറിയെ ഫ്രീ ആക്കിയിട്ട് പ്രോഗ്രാം ലൊക്കേഷൻസിലേക്ക് അതിനെ ലോഡ് ചെയ്യുക, ആവശ്യമായ പെർമിഷൻസ് ഒക്കെ ഗ്രാൻഡ് ചെയ്യുക. Copy necessary files such as the program image or required libraries from the disk into the memory. Primary മെമ്മറിയിലേക്ക് നമ്മൾ appropriate ലൊക്കേഷനിലേക്ക് പ്രോഗ്രാംസിന് സ്റ്റോർ ചെയ്യുക. Copy the required command line arguments into the stack. Then link the starting point of the program and link any other required library. ആവശ്യമായ റിക്വയർമെൻറ്റ്സിനെല്ലാം അറേഞ്ച് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതും ലോഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനിഷ്യലൈസ് ദ രജിസ്റ്റേഴ്സ് മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ ഇനിഷ്യലൈസ് ചെയ്യുക. ജംപ് ടു ദ പ്രോഗ്രാം ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ മെമ്മറി. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് ലൊക്കേഷനിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് നമ്മളുടെ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ കൊണ്ടുവരിക എന്നുള്ളതും ലോഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Based on the design, loader is divided into different types. Okay, എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കമ്പൈൽ ആൻഡ് ഗോ ഓർ അസംബിൾ ആൻഡ് ഗോ. കമ്പൈൽ ചെയ്തതിന് ശേഷം exe ഫയൽ ക്രിയേറ്റ് ചെയ്ത് ദെൻ പെർഫോം ചെയ്യുക. സോ സിമ്പിളായിട്ട് മീനിങ് മാത്രം എഴുതിയാൽ മതി. ദെൻ ജനറൽ ലോഡർ സ്കീം. ജനറൽ ലോഡറിലെ ഡിഫറെൻറ്റ് ലോഡേഴ്സ് ഡിഫറെൻറ്റ് ലോഡേഴ്സ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. സോ അബ്സല്യൂട്ട് ലോഡർ, ഡയറക്റ്റ് ലിങ്കിങ് ലോഡർ, റീലൊക്കേറ്റിംഗ് ലോഡർ ആൻഡ് ഡൈനാമിക് ലിങ്കിങ് ലോഡർ. നിങ്ങൾക്ക് പറയുന്ന ഡിഫറെൻറ്റ് ലോഡേഴ്സ് ഈ ജനറൽ ലോഡർ സ്കീമിൽ വരാറുണ്ട്. അബ്സല്യൂട്ട് ലോഡർ, ദെൻ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ, ഡയറക്റ്റ് ലിങ്കിങ് ലോഡർ, ദെൻ റീലൊക്കേറ്റിംഗ് ലോഡർ, ഡൈനാമിക് ലിങ്കിങ് ലോഡർ. സോ അതൊക്കെ ജസ്റ്റ് പേരുകൾ മാത്രമാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളുടെ സിലബസിൽ നമുക്ക് വേണ്ട, ജനറൽ ഐഡിയ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡേഴ്സ് ദാറ്റ് യു നീഡ് ടു മെൻഷൻ. ദെൻ ലിങ്കർ ലോഡർ ഒരു കമ്പാരിസൺസ്. സോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ഒരു കമ്പയർ ലിങ്കർ ആൻഡ് ലോഡർ എന്നൊക്കെ ചോദിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ലിങ്കറിൽ പഠിച്ചത്, എന്തൊക്കെയാണ് ലോഡറിൽ പഠിച്ച പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ലിങ്കർ എന്താണ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ലിങ്ക്. ലോഡർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ലോഡ്സ് ടു മെമ്മറി. അത് തന്നെയാണ് ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു കമ്പാരിസണായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ജനറേറ്റ്സ് ദ എക്സിക്യൂട്ടബിൾ മൊഡ്യൂൾ ഓഫ് എ സോഴ്സ് പ്രോഗ്രാം. ലിങ്കർ ചെയ്യുന്നത് എക്സിക്യൂട്ടബിൾ കോഡ്സ്, എക്സിക്യൂട്ടബിൾ മൊഡ്യൂൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഴ്സ് പ്രോഗ്രാമിൻ്റെ. Then linker, it takes as input the object code generates by an assembler. Order let me put it all. Okay, so first comparison എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കമ്പാരിസൺ പോയിന്റ്. ജനറേറ്റ്സ് ദ എക്സിക്യൂട്ടബിൾ മൊഡ്യൂൾ ഓഫ് എ സോഴ്സ് പ്രോഗ്രാം. ദെൻ ഇവിടെ ചെയ്യുന്ന ലോഡ്സ് എക്സിക്യൂട്ടബിൾ മൊഡ്യൂൾ ടു മെയിൻ മെമ്മറി. ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ linker takes the input, the object code generated by the assembler. assemblerന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇതിന് ഇൻപുട്ട് ആയിട്ട് വരിക. takes executable module generated by the linker പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിനെ ആയിരിക്കും ലോഡർ അക്സെപ്റ്റ് ചെയ്യുന്നത്. combines all the object modules of a source code to generate an executable module. എല്ലാ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിനെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് ലിങ്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ കമ്പൈൽ ചെയ്ത് exe ഫയലിൻ്റെ സൈസ് അനുസരിച്ച് മെയിൻ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുക, അഡ്രസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോഡറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ലിങ്കേജ് എഡിറ്റർ, ഡൈനാമിക് ലിങ്കർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് പറയാവുന്നത്. അബ്സല്യൂട്ട് ലോഡിംഗ്, റീലൊക്കേറ്റബിൾ ലോഡിംഗ്, ഡൈനാമിക് റൺ ടൈം ലോഡിംഗ്. ഡൈനാമിക് ലോഡിംഗ്, റൺ ടൈം ലോഡിംഗ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡേഴ്സ്. ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതാൻ മതി. ലാസ്റ്റ് ടോപ്പിക്കാണ് മൊഡ്യൂളിലെ ഡീബഗർ. എന്താണ് ഡീബഗർ എന്ന് പറയുന്നത്? ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കുറേ യൂസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജിലൊക്കെ ഡീബഗർ ഉണ്ട്. എന്താണ് ഡീബഗർ എന്ന് നമുക്ക് നോക്കാം. എ ഡീബഗർ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ് ടു ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ബഗ്സ് ഇൻ ദ അതർ പ്രോഗ്രാംസ്. സോ ഡീബഗർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു വേറൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ ചെയ്ത പ്രോഗ്രാമിലുള്ള ബഗ് എന്ന് പറഞ്ഞ് എറേഴ്സ്, എന്തെങ്കിലും എററുണ്ട്. നമ്മളൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് നമ്മൾ എന്താണോ, നമ്മളെ ലോജിക് എന്താണോ അതല്ല, ആ ലോജിക്ക് റെസ്പോണ്ടിങ് ആയ റിസൾട്ടല്ല നമ്മൾ പ്രോഗ്രാം നമുക്ക് തരുന്നത് എന്ന് വിചാരിക്കുക. സോ എവിടെയാണ് എറർ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡീബഗർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൂൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് എ പ്രോഗ്രാം ഈസ് ഡൂയിങ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. ഈ പ്രോഗ്രാമിനെ നമ്മൾ റിയലി കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ടീവ് ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ എന്താണോ റിസൾട്ട് എന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാതെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഡീബഗർ.
Debuggers use instruction set simulators. The word instruction set simulators. നമ്മളെ പ്രോഗ്രാം exe ഫയൽസിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസിന് കറസ്പോണ്ടിങ് ആയ സിമുലേറ്ററാണ് നമ്മളെ ഡീബഗർ എന്ന്, റാദർ ദാൻ റണ്ണിങ് എ പ്രോഗ്രാം ഡയറക്ട്ലി ഓൺ ദ പ്രോസസ്സർ. സോ പ്രോസസ്സറിൻ്റെ exe മെമ്മറിയിലേക്ക് കോപ്പി ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും 1 by 1 സിമുലേറ്റ് ചെയ്യുകയാണ് ഡീബഗറിൽ ചെയ്യുക. So this allows debuggers to stop or halt the program according to specific conditions. So നമ്മൾ ഓരോ പ്രോഗ്രാംസിന് നമ്മൾ ലോജിക്കിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്രോഗ്രാം വരുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ നമുക്ക് സിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ എയിം ചെയ്യുന്നതാണോ ആ എക്സിക്യൂഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബൈ ചെക്കിങ് ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് ആൻഡ് ഒരു വേരിയബിൾസ്. നമ്മുടെ പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ആ വേരിയബിൾ 0 ആയാൽ ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കും, 0 അല്ലെങ്കിൽ വേറൊരു ഡിസിഷൻ ആവും. സോ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് 0 ആണോ അല്ലയോ, അല്ലെങ്കിൽ അത് 0 വരാത്തത് എന്ത് എന്നുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഡീബഗറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. Then when a program crashes, or debuggers show the position of the error in the target program. നമ്മളെ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രാഷ് ചെയ്തു, അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോയി. സോ ഡീബഗർ ഉപയോഗിച്ച് ആ പോയിന്റിൽ എന്താണ് എക്സിക്യൂഷൻസിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Most debuggers also capable of running programs in step-by-step mode. Step-by നമ്മളൊക്കെ 805 കീൽ മൈക്രോവിഷനിലൊക്കെ ചെയ്തപ്പോൾ സ്റ്റെപ്പ് എക്സിക്യൂഷനൊക്കെ ചെയ്തിരുന്നു. ഓരോ സ്റ്റെപ്പ് 1 by 1 എക്സിക്യൂഷനാണ് നമ്മൾ പ്രോസസ്സർ ചെയ്യുക. അത് പ്രോസസ്സർ എക്സിക്യൂഷൻ അല്ല, സിമുലേഷനാണ്. സോ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസിൻ്റെയും റിസൾട്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. Then they also can often modify the state of the program while they are running. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യാനും certain debuggers പറ്റും. Then the basic operation supported by a debugger. എന്താണ് ഒരു ഡീബഗറിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്? ഒന്ന് ബ്രേക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാംസിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള കോഡായിരിക്കും നമ്മൾ എഴുതുക. സോ ഒന്നാമത്തെ കോഡ്, രണ്ടാമത്തെ കോഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഈ സ്റ്റോപ്പ് ചെയ്തിട്ട് ലെറ്റ് us examine this part. ഇത് കഴിയുമ്പോൾ there is no error, everything is perfect as we decide. നമ്മളുടെ ലോജിക് അനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് ആണ്. ദെൻ നമ്മൾ ഇവിടെ സെക്കൻഡ് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ എക്സിക്യൂട്ട് അപ് ടു ഹിയർ. ദെൻ നമുക്ക് ഈ പോർഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എറർ ഉണ്ടോ, എറർ ഫ്രീ ആണെങ്കിൽ ഗോ ഫോർ, അല്ലെങ്കിൽ മോഡിഫൈഡ്. അതാണ് ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. എക്സാമിൻ വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. സോ ഓരോ ബ്രേക്ക് പോയിന്റ് വരുമ്പോഴും ഓരോ വേരിയബിളും ഓരോ മെമ്മറി ലൊക്കേഷൻസിൻ്റെയും കണ്ടൻറ്റ് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. എക്സാമിൻ ദ കണ്ടൻറ്റ് ഓഫ് ദ പ്രോഗ്രാം സ്റ്റാക്ക്. സോ സ്റ്റാക്ക് എന്ന് പറയുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ വർക്കിംഗ് നമുക്കറിയാവുന്നതാണ്. ആ സ്റ്റാക്കിൽ നമ്മളുടെ പ്രോഗ്രാംസിൻ്റെ പുഷും പോപ്പൊക്കെ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കോൾ ആൻഡ് ഫങ്ഷൻസൊക്കെ എല്ലാം കറക്റ്റാണോ, പെർഫെക്റ്റ് ആണോ, കോൾ റൂട്ടീൻസ് കോൾ ചെയ്ത മെമ്മറി കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് പ്രോഗ്രാം സ്റ്റാക്ക് ചെക്ക് ചെയ്താൽ പറ്റും. ഡെപ്പോസിറ്റിംഗ് വാല്യൂസ് ഇൻ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. സോ നമ്മളുടെ ഒരു പ്രോഗ്രാം മെമ്മറിയിലെ ഒരു കണ്ടൻറ്റ് 2000 ആണ് ഒരു മെമ്മറി ലോഡ് ചെയ്തിരിക്കുന്നത്. ആ ലോഡ് ചെയ്ത ലൊക്കേഷൻസിൽ ഇപ്പോൾ 23 ആണ് ഇരിക്കുന്നത്. 23യെ മാറ്റിയിട്ട് നമുക്ക് 03 ആക്കണം. കാരണം 23 0 ആകുന്നത് വരെ ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലോജിക്. എങ്കിൽ അതിന് 0 ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് 23 ടൈംസ് വർക്ക് ചെയ്യണം. അതിന് പകരം 23 മാറ്റിയിട്ട് 03 ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് 2-3 ടൈംസിന് ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അത് വേറൊരു ഫങ്ഷനാണ്. ടെസ്റ്റിംഗ് അസേർഷൻസ്. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ A+B എന്ന് പറയുന്ന ഒരു റൂട്ടീൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ടെസ്റ്റിംഗ് ഓപ്പറേഷൻസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡിറ്റക്റ്റിംഗ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ സീറോ ഫ്ലാഗ്, നോൺ സീറോ ഫ്ലാഗ്, അങ്ങനെ ക്യാരി ഫ്ലാഗ്, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമ്മളെ പ്രോഗ്രാമിൽ വരുന്നുണ്ടോ, നമ്മൾ എയിം ചെയ്ത ആ ഓപ്പറേഷൻ തന്നെയാണോ അവിടെ നടക്കുന്നത് എന്നുള്ള ചെക്കിങ്ങും അവിടെ പറ്റും. സോ ഇത്രയാണ് നമ്മൾക്ക് ഓപ്പറേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ദെൻ ബ്രേക്ക് പോയിന്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് ഓപ്പറേഷൻ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു. ബ്രേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ എന്താണ് അസംബ്ലർ അല്ലെങ്കിൽ ഡീബഗർ ചെയ്യുന്നത്? വെൻ യു പുട്ട് എ ബ്രേക്ക് പോയിന്റ്
into the program, the debugger replace your code at that point with a software interrupt. So നമ്മൾ ഒരു പ്രോഗ്രാം സീക്വൻസിൽ ഇങ്ങനെ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് വെച്ചു. സോ ഈ ബ്രേക്ക് പോയിന്റ് വരുന്ന സമയത്ത് എവിടെയാണ് ബ്രേക്ക് പോയിന്റ് വെച്ചിരിക്കുന്നത് അവിടുത്തെ ഇൻസ്ട്രക്ഷനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് ആഡ് ചെയ്യും. സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് വരുമ്പോൾ പ്രോസസ്സർ ഓർ സിമുലേറ്റർ വിൽ സ്റ്റോപ്പ് ദ എക്സിക്യൂഷൻ. സോ ഇൻ ആൻ എഫക്റ്റ് ദ പ്രോഗ്രാം ഈസ് സസ്പെൻഡഡ് ആൻഡ് ഡീബഗർ ഈസ് കോൾഡ്. ആ സമയത്തായിരിക്കും നമ്മൾ ഡീബഗറിൻ്റെ ഫുൾ ഫങ്ഷൻസ് അവിടെ കോൾ ചെയ്യുന്നത്, നമുക്കെല്ലാം ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് അവിടെ ആയിരിക്കും. ദെൻ ഹൗ എ ഡീബഗർ വർക്ക്സ്. ഓക്കെ, സോറി. ദെൻ അഡ്വാൻസ് ഓഫ് ഡീബഗിങ്. എന്താണ് ഡീബഗിങ് ഉപയോഗിച്ച് ഡീബഗർ ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ്? വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. കുറേ പ്രോഗ്രാം സീക്വൻസ് അങ്ങോട്ട് എഴുതി തൗസൻഡ്സ് ഓഫ് പ്രോഗ്രാം കോഡ്സ് എഴുതിയിട്ട് അറ്റ് എ ടൈം ലാസ്റ്റ് ഇതിൻ്റെ എറേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോട്ട് ഓഫ് എറേഴ്സ് ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുന്നത്. സോ സേവ് ടൈംസ്. ഈ ഡീബഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ കോഡ് ഓരോ എററും നമ്മൾക്ക് ഇൻഫോം ചെയ്യും ആസ് ആൻഡ് വെൻ ദേ ഒക്കർ. ഓരോ ഇൻസ്ട്രക്ഷൻ്റെ എറർ വരുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം ഡെവലപ്പറിനെ അത് വാൺ ചെയ്യും. അതാണ് അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് എറേഴ്സ്. gives error report immediately as soon as they occur. Whenever you place an error in your program sequence, it will indicate you by placing a red color or something, whatever it may be, ഒരു warning നമുക്ക് അവിടെ കിട്ടും. Easy interpretation. It provides easy interpretation by providing more information about data structure. നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഡീബഗർ വെച്ച് കിട്ടും. റിലീസ് ബഗ് ഫ്രീ സോഫ്റ്റ്വെയർ. സോ അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, നമ്മൾ കസ്റ്റമറിന് അത് ഡെലിവർ ചെയ്തു, കസ്റ്റമർ റൺ ചെയ്ത് അതിൻ്റെ ഇന്ന എററൊക്കെ ഉണ്ട്, ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്ന് കസ്റ്റമറിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യാനുള്ളത് ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കിട്ടുക. സോ അതിന് പകരം കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് ഡീബഗർ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാമിനെ റൺ ചെയ്ത് കംപ്ലീറ്റ് എറർ ഫ്രീ ആക്കിയിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ആർ ദ പോയിൻറ്റ്സ് അബൌട്ട് debugger, and this is about the fourth module.